ഷർട്ടിൽ മനോഹരമായ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി ബോബിൻ വൈൻഡ് ചെയ്യാം. രണ്ട് കളറിലുള്ള സിമ്പിൾ എംബ്രോയ്ഡറി ഡിസൈനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഗോൾഡൻ യെല്ലോയും മെറൂണും. ഡിസൈനിലെ ആദ്യത്തെ കളർ ത്രെഡ് ഗോൾഡൻ യെല്ലോ ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യുന്ന ത്രെഡിൻ്റെ സെയിം കളർ ത്രെഡ് ബോബിനിൽ ഉപയോഗിച്ചാൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ഫാബ്രിക് ഫിക്സ് ചെയ്ത ഹൂപ്പ് ഫ്രെയിം മെഷീനിൽ അറ്റാച്ച് ചെയ്യാം. കമ്പ്യൂട്ടറിൽ എംബ്രോയ്ഡറി ഡിസൈൻ തയ്യാറാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഡിജിറ്റൈസർ എന്ന സോഫ്റ്റ്വെയർ ആണ്. ഡിജിറ്റൈസർ ഓപ്പൺ ചെയ്ത് ഹൂപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ 140x140 സൈസാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഡിസൈൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ഡിസൈൻ ഹൂപ്പ് സൈസിനുള്ളിലെ സ്റ്റിച്ചിങ് ഏരിയയിൽ സെറ്റ് ചെയ്യാം. ഡിസൈൻ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം. അതിനായി റൈറ്റ് ടു USB എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ USB പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പെൻഡ്രൈവ് ഓപ്പൺ ആക്കിയ ശേഷം പുതിയ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫയൽ നെയിം നൽകി സെലക്ട് ചെയ്ത ഡിസൈൻ പെൻഡ്രൈവിലേക്ക് സേവ് ചെയ്യാം. സെലക്ട് ചെയ്ത എംബ്രോയ്ഡറി ഡിസൈനിൽ ആദ്യം ഏത് കളറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് അറിയാനായി പ്ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എംബ്രോയ്ഡറി ഡിസൈനിലെ രണ്ട് കളറിൽ ഓപ്പണായി വരുന്ന ഈ ബാറിൽ സ്ക്രോൾ ചെയ്ത് സ്റ്റിച്ചിങ് എങ്ങനെയാണ് എന്ന് നോക്കാവുന്നതാണ്. ഡിസൈൻ സേവ് ചെയ്ത പെൻഡ്രൈവ് മെഷീനിൽ കണക്ട് ചെയ്യാം. ഡിസ്പ്ലേയിൽ കാണുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഹൂപ്പ് സെൻറ്റർ പൊസിഷനിലേക്ക് വരുന്നതിനാൽ ഹൂപ്പ് മൂവ്മെൻറ്റിന് തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എംബ്രോയ്ഡറി ചെയ്യാൻ മെഷീൻ റെഡി ആയിരിക്കുകയാണ്. ഡിസ്പ്ലേയിൽ കാണുന്ന ഹൂപ്പ് സൈസ് ഓക്കെ കൊടുത്ത ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റിച്ചിങ് എവിടെ എത്തി എന്നതാണ് ഡിസ്പ്ലേയിലെ പ്ലസ് ചിഹ്നം കാണിക്കുന്നത്.
സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നൂൽ പൊട്ടുകയാണെങ്കിൽ വീണ്ടും നൂല് കോർത്ത് സ്റ്റിച്ചിങ് തുടരാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് കളർ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കളർ ത്രെഡ് ഫീഡ് ചെയ്യാവുന്നതാണ്. ഈ സമയം ബോബിനിൽ ആവശ്യത്തിന് നൂലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റിച്ചിങ് തുടരാം. ഇപ്പോൾ മനോഹരമായ എംബ്രോയ്ഡറി ഡിസൈൻ ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.